മത്സ്യക്കുരുതിക്കിരയായ പെരിയാറിൽ മാതൃക കാഴ്ചയൊരുക്കി വിവിധ സംഘടനകൾ. ആലുവ സെന്റ് സേവിയേഴ്സ് NSS യൂണിറ്റ്, ജനസേവ, റെഡ് ക്രോസ് സൊസൈറ്റി, കേരള ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ 10,000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് സെന്റ് സേവിയേഴ്സ് കോളേജ് കടവിൽ നിക്ഷേപിച്ചത്. ഉദ്ഘാടനം പത്മശ്രീ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ആലുവ സെന്റ് സേവിയേഴ്സ് NSS യൂണിറ്റ്, ജനസേവ, റെഡ് ക്രോസ് സൊസൈറ്റി, അൻവർ പാലിയേറ്റീവ് കെയർ, വരാപ്പുഴ അതിരൂപത BCC, കേരള ആക്ഷൻ ഫോഴ്സ്, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മത്സ്യക്കുരുതിക്കിരയായ പെരിയാറിൽ 10,000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. അടുത്തിടെ വ്യവസായശാലകളിലെ മാലിന്യത്തെ തുടർന്ന് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ പെരിയാറിൽ ചത്തൊടുങ്ങിയിരുന്നു. പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. പെരിയാർ സംരക്ഷിക്കണം, മണൽ വാരുകയാണ്, വിഷം കലർന്ന വെള്ളമാണ് ഇരിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞ് പലതവണ ഞാൻ പിന്നെ അവസാനം ഹൈക്കോടതി വലിയ തീരുമാനങ്ങൾ എടുത്ത് വെച്ച് ഗവൺമെൻറ് ഉടനെ നടപടിയെടുക്കണം. 30-40 വർഷമായി ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇനിയും ചത്തുപോകും, അതിന് സംശയമില്ല. ജോസ് മാവേലി, ജോബി തോമസ്, ഡോക്ടർ മിലൻ ഫ്രാൻസ്, സിസ്റ്റർ ചാൾസ്, ഡോക്ടർ മരിയ പോൾ, ഡോക്ടർ കെ ലേഖ, EA ഷബീർ, PA ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് സേവിയേഴ്സ് കോളേജ് കടവിലാണ് വാള, വരാൽ, ഗ്ലാസ് ഹണ്ടർ, കറുപ്പ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെ നിക്ഷേപിച്ചത്. ഘട്ടം ഘട്ടമായി ഇനിയും കൂടുതൽ മത്സ്യങ്ങളെ നിക്ഷേപിക്കാനാണ് തീരുമാനമെന്ന് അധികൃതർ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചു നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം